എഡ്യൂപ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ റിവിഷനാണ് എടുക്കുന്നത്. അപ്പം ഈ ഫിസിക്സിലുണ്ടല്ലോ ടോട്ടൽ 43 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ഒരു 43 ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 1 മുതൽ 16 വരെ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി 17 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്ക് വീതം. അതിൽ 2 സബ് പാർട്ടായിട്ട് ഉണ്ടാവും, ഓരോ മാർക്ക് വീതമായിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇത് സെക്ഷൻ എയിലുള്ള കാര്യങ്ങളാണ്. ഇനി സെക്ഷൻ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യനാണ്, 2 മാർക്കായിരിക്കും കിട്ടുന്നത്. വെരി ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതാനുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്കൊരു 20 to 30 വേർഡ്സിലൊക്കെ എഴുതാവുന്ന രീതിയിലാണ്. പിന്നെ ആണെങ്കിൽ 38 മുതൽ 41 ഉള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കാണ് അതിൻ്റെ ആൻസറിന് കിട്ടുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണത് വരുന്നത്. ഇനി 42, 43 ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 5 മാർക്ക് കിട്ടും. അപ്പം ഇത്രയാണ് നിങ്ങളുടെ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ മാർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം, കമ്പൽസറി ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്ന് പരിചയപ്പെടാം. ആദ്യം വരുന്നത് സെക്ഷൻ എ എന്നാണ്. സെക്ഷൻ എയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ നെറ്റ് ഫോഴ്സ് ഓൺ എ കൈറ്റ് ഹെൽഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ ഈസ്, എന്താണ് സ്കൈയിൽ ഉള്ള ആ ഒരു കൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടം അല്ലേ, ഇത് അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്താണെന്നാണ് പറയുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് പറയുന്നത്? ഇതിൽ പറഞ്ഞിട്ടുണ്ട് കൈറ്റ് സ്റ്റേഷനറി ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആണ്. അതായത് ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് സ്റ്റേസ് അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് ആക്റ്റഡ് അപ്പോൺ ബൈ നെറ്റ് ഫോഴ്സ് അല്ലേ. അത് ഒന്നെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതിൽ തന്നെ റിമെയിൻ ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറിയാണ്. അപ്പോൾ സ്റ്റേഷനറി ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു നെറ്റ് ഫോഴ്സ് ഇസ് റിലേറ്റഡ് ടു ദിസ് ആക്സിലറേഷൻ F is equal to ma അല്ലേ. അപ്പം ഇവിടെ a equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എയിലേക്ക് 0 പുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. നെറ്റ് ഫോഴ്സ് എത്രയാണ്? m × 0 വരും. അപ്പം ഹോൾ ടോട്ടൽ എന്താണ്? ഇത് 0 ആയിട്ട് മാറും അല്ലേ. m ഒരു സംഖ്യ × 0 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഈ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ ഹൻസ് ദി നെറ്റ് ഫോഴ്സ് ഓൺ ദ കൈറ്റ് ഇസ് 0 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് 0 ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ് ഓപ്ഷൻ വരുന്നത്, അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മാസ് ഓഫ് എ ബോഡി ഈസ് 2 കിലോഗ്രാം, ഇറ്റ്സ് വെയ്റ്റ് ഇസ്, അതായത് ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 2 കിലോഗ്രാം ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പം ഈ ഒരു വെയിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയണം അല്ലേ. W = m × g എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഓൾറെഡി തന്നിട്ടുണ്ട് മാസ് എന്താണ്? മാസ് ഓഫ് ദ ബോഡി m = 2 കിലോഗ്രാം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുള്ള അതിൻ്റെ ഇതാണ് ജി എന്ന് പറയുന്നത്. ജി നമുക്കറിയാം, ജി = 9.8 m/s² ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇതിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹൻസ് W = m എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിലോഗ്രാം × 9.8. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 19.6 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ള, അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ് ഈസ് ത്രോൺ ഫോർവേഡ് വെൻ ദ ബസ് ഈസ് സഡൻലി സ്റ്റോപ്ഡ്, ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ്. അതെന്താ? ഒരു ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ബസ്സിലുണ്ടായിരുന്ന സഞ്ചാരി എങ്ങോട്ടേക്ക് മുൻപിലോട്ടായിട്ട് ഒന്ന് നീങ്ങി അല്ലേ, മുൻപോട്ടേക്കായിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്നാണ്.
അല്ലെങ്കിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഏതാണെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഏത് ലോ ആണ്? നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ആൻഡ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സന്ദർഭത്തിന് സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള ലോ ഏതാണെന്ന്? ഇവിടെയാണ് നമ്മൾ പല ലോകളും പറഞ്ഞ് ഇത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ അതിൻ്റെ ലോ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ അറിയാം നമുക്ക്, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്താണെന്നൊക്കെ അറിയാം. ന്യൂട്ടൻ്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് എന്തായാലും തേർഡ് ലോ ആയിരിക്കും അല്ലേ. റിയാക്ഷൻ ദർ ഈസ് ആൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ അതാണോ നടക്കുന്നത്? അല്ലേ. ഇപ്പോൾ ഒരു പാസഞ്ചർ മൂവ് ചെയ്യുകയാണ്, അത് സ്റ്റോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ലോ ഏതായിരുന്ന ന്യൂട്ടൺ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ടാണ്. അപ്പം ഈ ഒരു ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, ദ ബസ് ഈസ് മൂവിങ്. അപ്പോൾ അതിലുള്ള പാസഞ്ചറും എന്തായിരിക്കും? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അതേ സ്പീഡിൽ തന്നെ. ഓക്കെ, അത് പെട്ടെന്ന് ഈ ഒരു ബസ് സഡൻലി സ്റ്റോപ്പ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ബസ് എന്താ ചെയ്യുന്നത്? ബസ് കംസ് ടു റെസ്റ്റ് അല്ലേ, ആ ഒരു റെസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ആ ഒരു പാസഞ്ചറിൻ്റെ ബോഡി എന്താണ്, ഇനേഷ്യ കാരണം, ജഡത്വം കാരണം എന്താണ്, ആ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ എന്താ കണ്ടിന്യൂ ചെയ്യാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫോർവേഡ് ആ ഒരു സ്പീഡിൽ തന്നെ. അതുകൊണ്ടാണ് എന്താണ് നമുക്ക് ആ ഒരു പാസഞ്ചർ മുൻപിലോട്ടേക്ക് പോകുന്ന പോലെ അപ്പിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് പറയുന്നത്. ഇത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂട്ടൺ ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിനോമിനൻ ഓഫ് കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു. കാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ എന്തുകൊണ്ടാണ്, എന്ത് കാരണമാണ് വരുന്നതെന്നാണ്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൊഹിഷൻ, ബി അഡിഷൻ, രണ്ടാമത് സി വരുന്നത് കൊഹിഷൻ ആൻഡ് അഡിഷൻ ബോത്ത്, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീദർ കൊഹിഷൻ നോർ അഡിഷൻ, രണ്ടും അല്ലാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലാരിറ്റി റൈസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷന് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് ഇറ്റ്സ് ഡ്യൂ ടു ബോത്ത് കൊഹിഷൻ ആൻഡ് അഡിഷൻ. കൊഹിഷനും അഡിഷനും കാരണമാണ് എന്താണ് കാപ്പിലാരിറ്റി വരുന്നത്, ആ ഒരു ഫിനോമിനൻ ഉണ്ടാകുന്നത്. എന്താണ് കാപ്പിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഫ്ലൂയിഡിന് ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട് ഒരു നാരോ സ്പേസിലൂടെ റൈസ് ചെയ്യാനുള്ള അതിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇത് റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ഫ്ലോ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഇൻ എ നാരോ സ്പേസ്. അപ്പം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് എന്ത് പറയാം നമുക്ക്? ഇത് തിൻ ട്യൂബൊക്കെ ഉണ്ടാവില്ലേ, കാപ്പിലാരി ട്യൂബ് എന്നൊക്കെയാണ് നമ്മളിതിനെ പറയുന്നത്. ഇനി എന്താണ് കൊഹിഷൻ എന്താണെന്ന് അറിയണം, അഡിഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ ഇത് രണ്ടും മുഖേനയാണ് കാപ്പിലാരിറ്റി വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കൊഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഓഫ് ദി സെയിം സബ്സ്റ്റൻസ് അല്ലേ. ഒരേ സബ്സ്റ്റൻസിലുള്ള എന്താണ് അട്രാക്റ്റീവ് മോളിക്യൂൾസിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് അത് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂൾസ്, അത് വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ എന്താണ് സ്റ്റിക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഒരു വാട്ടർ മോളിക്യൂൾ മറ്റൊരു വാട്ടർ മോളിക്യൂളിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇതാണ് കൊഹിഷൻ. പിന്നെ അഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ രണ്ട് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനാണ് അഡിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിലോ, അതായത് നമ്മൾ ഈ ഒരു കാപ്പിലാരിറ്റി ട്യൂബിൻ്റെ ഉള്ളിൽ വാട്ടർ മോളിക്യൂൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക അല്ലേ, അതിനാണ് അഡിഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ഓർക്കുക. കൊഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരേ സബ്സ്റ്റൻസിലുള്ള രണ്ട് പേര് തമ്മിൽ ഉള്ള ഒരു അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഇനി അഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും, അത് തമ്മിലുള്ള അട്രാക്ഷനാണ് അഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിനോമിനനായിട്ടുള്ള കാപ്പിലാരിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? ബോത്ത് കൊഹിഷൻ ആൻഡ് അഡിഷൻ. ഓക്കെ, അപ്പം ഈ ഒരു കാപ്പിലാരിറ്റി ആക്ഷന് ഒക്കർ ചെയ്യുന്നത് വൺ ദി അഡിസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് വോൾസ് ഓഫ് ദി നാരോ സ്പേസ്. അപ്പം ഇവിടെ എന്താണ്, ഈ ഒരു കൊഹിസീവ് ഫോഴ്സിനേക്കാളും അത് സ്ട്രോങ്ങർ ആയിരിക്കും വിത്തിൻ ദ ലിക്വിഡ്. സോ ഇത്
ലിക്വിഡ് മുകളിലേക്ക് ഉയരുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്കുണ്ടല്ലോ 5th ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് 2 soap bubbles of diameter in the ratio 4:1 is. അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 സോപ്പ് ബബിൾസിൻ്റെ റേഷ്യോ ഓഫ് ഡയമീറ്ററിൻ്റെ റേഷ്യോ ഏത് റേഷ്യോയിലാണ് കിടക്കുന്നത്? 4:1. അപ്പോൾ നമുക്കിതിൻ്റെ എക്സസ് പ്രഷർ ഇൻസൈഡ് 2 സോപ്പ് ബബിൾസ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഇത് പറയണം. അപ്പോൾ നമുക്കിവിടെ ഗിവൺ തന്നിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് 4:1 ആണ് ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്ററിൻ്റെ റേഷ്യോ. അപ്പം ഒരു എക്സസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ P = 4T/R ആണ്. ഇവിടെ T എന്ന് റെഫർ ചെയ്യുന്നത് സർഫസ് ടെൻഷനാണ് കേട്ടോ. R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ്, സോപ്പ് ബബിളിൻ്റെ റേഡിയസ് ആണ് R എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് ഇവിടെ ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ ആയിട്ടുള്ള D = twice ദി റേഡിയസിനേക്കാളും ട്വൈസ് ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒന്ന് നോക്കാം. റേഷ്യോ ഓഫ് റാഡി ഇൻ ടേംസ് ഓഫ് ദി റേഷ്യോ ഓഫ് ഡയമീറ്ററിൻ്റെ കേസിൽ നമ്മുടെ റാഡിൻ്റെ റേഷ്യോ എന്താണെന്ന് നോക്കാം, റേഡിയസിൻ്റെ. ഓക്കെ, അപ്പം നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് ഡയമീറ്ററിൻ്റെ റേഷ്യോ, ദാറ്റ് ഈസ് D1:D2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഡയമീറ്ററിൻ്റെ റേഷ്യോ? 4:1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കറിയാം ഇവിടെ എന്താണ് D1:D2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4:1 ആണ് അല്ലേ. അപ്പം D എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ട്വൈസ് ദി റേഡിയസ് ആണെന്ന്, 2R ആണെന്ന്. അപ്പം ഒരു റാഡീൻ്റെ റേഷ്യോ ആണെന്നാണെങ്കിൽ എങ്ങനെയാണ്? R1:R2 = എന്താണ്? D1:D2 = 4:1 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നമുക്കറിയാം പ്രഷർ കണ്ടുപിടിക്കുന്നത് 4T/R ആണെന്ന്. അപ്പം ഫസ്റ്റ് സോപ്പ് ബബിളിൻ്റെ പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതും? P1 എന്ന് എഴുതും. അപ്പോൾ P1 = 4T/R1 എന്ന് വരും. ഇനി രണ്ടാമത്തെ സോപ്പ് ബബിളിൻ്റെ പ്രഷർ ആണെങ്കിൽ 4T/R2 എന്ന് വരും. അപ്പോൾ ഇനി റേഷ്യോ ഓഫ് എക്സസ് പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം റേഷ്യോ ഓഫ് എക്സസ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ P1/P2 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് P1/P2 അല്ലേ. അപ്പം P1 എന്ന് നേരത്തെ നമ്മൾ എഴുതിയത് എന്താണ്? 4T/R1/4T/R2 ഇതല്ലേ, ഇതാണല്ലോ P1. ഇത് P2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് = R2/R1 എന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഈ ഒരു ഇത് റാഡിയിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പം P1 = P2 = 4/1/4 എന്ന് വരും കേട്ടോ അല്ലേ. അപ്പോൾ ഏത് റേഷ്യോയിലാണ് ഇത് കിട്ടുന്നത്? ദാറ്റ് ഈസ് 1:4 റേഷ്യോയിലായിരിക്കും വരുന്നത്. നമ്മുടെ ആൻസർ A ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം 6th ക്വസ്റ്റ്യന്. തെർമോഡൈനാമിക്സ് മീൻസ്. തെർമോഡൈനാമിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്നാണ്. അപ്പോൾ ആ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണത്. ഒട്ടും തന്നെ നിങ്ങൾക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തിനെക്കുറിച്ച് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. രണ്ടാമത് വരുന്നത് സ്റ്റഡി ഓഫ് ദ കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ടു ദി അതർ ഫോം ഓഫ് എനർജി. റിലേഷൻ ബിറ്റ്വീൻ മെക്കാനിക്കൽ എനർജി ടു അതർ ഫോം ഓഫ് എനർജി. കൺവേർഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ടു അതർ ഫോം ഓഫ് എനർജി. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ്. അപ്പം ഈ ഒരു 3 ഓപ്ഷൻസ് നോക്കാന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തെർമൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്ന അല്ലേ. അപ്പം ഈ പറഞ്ഞ 3 ഓപ്ഷൻസിലും അതൊന്നും തന്നെ പറയുന്നില്ല.
ഏത് എനർജി ഫോമിൽ നിന്ന് മറ്റൊരു എനർജി, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജീനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പം ഒരു ലൈക്ക് ടെമ്പറേച്ചറുമായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചൂസ് ചെയ്യാം, ഓപ്ഷൻ എ ആണ്. അതും അല്ലെങ്കിൽ എന്താണ് സ്റ്റഡി, ശരിക്കുള്ള നമുക്കൊരു എക്സ്പ്ലനേഷൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണിത്, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ദ സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഹീറ്റ് ആൻഡ് ദി അതർ ഫോംസ് ഓഫ് എനർജിയാണ്. അതായത് തെർമോഡൈനാമിക്സ് നമുക്കറിയാം ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇത് ഈ ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് ഹീറ്റ്, വർക്ക്, ടെമ്പറേച്ചർ ആൻഡ് എനർജി. അപ്പം ഇതിൻ്റെ ഒക്കെ റിലേഷൻഷിപ്പ് അതൊക്കെയാണ് ഈ ഒരു തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഔട്ട് ഓഫ് ദി ഫോളോയിങ് ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ് ലോ ആക്ച്വലി ഇസ്. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ആക്ച്വലി തെർമോഡൈനാമിക്സ് ലോ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു തെർമോഡൈനാമിക്സിലുണ്ടല്ലോ നമുക്കറിയാം, ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, ഫാരഡേസ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഐഡിയൽ ഗ്യാസ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ബോയിൽ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. കാരണം നമ്മളെന്താണ് 0th ലോനെ കുറിച്ചിട്ട് എന്തിൽ പഠിച്ചിട്ടുണ്ട്, തെർമോഡൈനാമിക്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അത് 0th ലോ എന്താണ് പറയുന്നത്, ഇത് ഫണ്ടമെൻ്റൽ ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അല്ലേ. അപ്പം ബാക്കിയുള്ള ഈ ഒരു ഫാരഡേ ലോ ആണെങ്കിലും ബോയ്സ് ലോ ആർ നോട്ട് ഈ ഒരു കേസിൽ വരുന്നതല്ല. ദ ഐഡിയൽ ഗ്യാസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ് ഇക്വേഷൻ ആണ്. ഇറ്റ്സ് നോട്ട് എ ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. അപ്പം നമുക്ക് ഉറപ്പായിട്ടും പറയുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ 0th ലോ എല്ലാവർക്കും അറിയില്ലേ, രണ്ട് സിസ്റ്റം തമ്മിൽ എന്താണ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് മൂന്നാമത്തെ സിസ്റ്റമായിട്ട് തീർച്ചയായിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ തെർമോഡൈനാമിക്സിൻ്റെ ഈ ഒരു ലോ കണ്ടുപിടിക്കാൻ വേണ്ടി 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ലോ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ. അപ്പോൾ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്തായിട്ടാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ട്രാൻസ്വേഴ്സ് വേവ്സ് എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്, ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടാതെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ കുറിച്ച് അല്ലേ. ഇതെങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എങ്ങനെയായിരിക്കും മീഡിയത്തിലൂടെ വൈബ്രേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി വേവ് പ്രൊപ്പഗേഷൻ അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാരലലായിട്ടായിരിക്കും വേവ് പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷനിൽ പോകുന്നത്, ഓക്കെ, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ്സ് ആണ്. അതെങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നതെന്നാണ്. എങ്ങനെയാണ് ക്രെസ്റ്റ് ആൻഡ് ട്രഫ്സ് ആയിട്ടായിരിക്കും അല്ലേ ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഇൻ കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിൽ എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കേസിൽ കംപ്രഷനും റെയർ ഫ്രാക്ഷനും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ക്ലാസ് കേട്ടവർക്ക് അറിയാം. ലോഞ്ചിറ്റ്യൂഡിനൽ കേസിൽ നമുക്ക് എന്താണ് കംപ്രഷനും റെയർ ഫ്രാക്ഷനാണ് വരുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അതുകൊണ്ട് ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇൻ കേസ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി when a wave passes from one medium to another there is a change of. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചേഞ്ചാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത്, അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണം. ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അതിൻ്റെ വേവ് ലെങ്ത്തിന് വെലോസിറ്റിക്കും ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനെല്ലാം ഉണ്ടോയെന്ന് നോക്കാം അതെങ്ങനെയുണ്ടോയെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഫ്രീക്വൻസി ആൻഡ് വെലോസിറ്റി, രണ്ടാമത് വരുന്നത് വേവ് ലെങ്ത് ആൻഡ് വെലോസിറ്റി, മൂന്നാമത് വരുന്നത് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്, നാലാമത് വരുന്നത് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് വെലോസിറ്റി അല്ലേ. അപ്പോൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വേവ് വൺ മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വേവ് ലെങ്ത് അല്ലേ, വേവ് ലെങ്ത് നമ്മൾ ലാംഡ എന്ന് പറയും, ആൻഡ് വെലോസിറ്റി വി, അതെന്താണ് ചേഞ്ച് ചെയ്യും അല്ലേ,
ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ ഫ്രീക്വൻസി എന്തായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ അത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പം ദർ ഈസ് എ ചേഞ്ച്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പം എന്തിനൊക്കെയാണ് ചേഞ്ച് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? വേവ് ലെങ്ത്തിനും വെലോസിറ്റിക്കാണ് ചേഞ്ച് വരുന്നത്. അപ്പം ആൻസർ 9th ആൻസർ വരുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The number of beats produced by two waves of y1 equal to a sin 1000 pi t. y2 is equal to a sin 1000 for pi t s. അപ്പോൾ എന്താണ്? രണ്ട് വേവ്സിൻ്റെ നമ്പർ ഓഫ് ബീറ്റ്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. വേവ്സിനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ബീറ്റ്സ് ആണത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. രണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ്സ് എത്രയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. രണ്ട് വേവ്സ് തന്നിട്ടുണ്ട്. വേവ്സ് ഏതൊക്കെയാണ്? y1 എന്ന് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എ സൈൻ 1000 പൈ ടി അല്ലേ. ആൻഡ് y2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സൈൻ 1000 നോട്ട് ഫോർ പൈ ടി ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് എന്താണ്? ഈ ഒരു ആംഗുലർ ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് W is equal to 2πf ആണെന്ന് നമുക്കറിയാം അല്ലേ. ആൻഡ് ഹിയർ ഇവിടെ എന്താണ് ആംഗുലർ ഫ്രീക്വൻസി വരുന്നത്? ഫസ്റ്റ് വേവിൽ ഇതാണ് ആംഗുലർ ഫ്രീക്വൻസി അല്ലേ. അപ്പം ആംഗുലർ ഫ്രീക്വൻസി y1 is equal to ഫസ്റ്റ് വേവിൻ്റെ ആയതുകൊണ്ട് തന്നെ W ഒരു 1 is equal to 1000 ആണ് അല്ലേ. 1000 പൈ ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ഫ്രീക്വൻസി F1 എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ വേവിൻ്റെ ദാറ്റ് ഈസ് ഫ്രീക്വൻസി കാണുമ്പോൾ എന്താണ്? നമ്മൾ ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് W1 ഡിവൈഡഡ് ബൈ 2π എന്നാണ്. അപ്പോൾ ഫ്രീക്വൻസി എത്രയായിരിക്കും കിട്ടുന്നത്? ആദ്യത്തെ വേവിൻ്റെ 1000 പൈ ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ 1000-ന് 2π, പൈയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 500 ഉണ്ടാവും അല്ലേ. അപ്പം എന്താണ്? ഫ്രീക്വൻസി എന്തിൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്? ഹെർട്സ് ആണ്. അപ്പം ഫസ്റ്റ് വേവിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് F1 is equal to 500 ഹെർട്സ് വരും. ഓക്കെ, 500 ഹെർട്സ് വരും. ഇനി നമുക്ക് സെക്കൻഡ് വേവിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി എത്ര നോക്കാം. സെക്കൻഡ് വേവിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി എത്രയാണ്? 1004 ആണല്ലേ വരുന്നത്. അപ്പോൾ അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ WT is equal to 1004 പൈ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ടെത്തണം. ഫ്രീക്വൻസി വരുമ്പോൾ F2 സെക്കൻഡ് വേവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രീക്വൻസി F2-ൻ്റെ ടേംസിലാണ് എഴുതുന്നത്. എന്താണ്? 1004 പൈ ഡിവൈഡഡ് ബൈ 2π എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇനി ഇതെന്താ? പൈയും കട്ട് ചെയ്ത് പോകും. ആൻഡ് ബാക്കി നമുക്ക് എത്രയാണ് വരുന്നത്? 502 ഹെർട്സ് അല്ലേ. ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസി ആകുമ്പം അതിൻ്റെ യൂണിറ്റ് എന്താ വരുന്നത്? ഹെർട്സ് ആണ്. അപ്പം 502 ഹെർട്സ്. അപ്പോൾ ഇനി നമുക്ക് ബീറ്റാണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 വേവ്സ്. അപ്പോൾ എന്താണ്? ഈ തന്നിരിക്കുന്ന രണ്ട് വേവ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ് എന്താണെന്നാണ്. അപ്പം ബീറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. എഫ് ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു മോഡ് F1 മൈനസ് F2. ഇവിടെ രണ്ട് ഫ്രീക്വൻസി ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പം F1 മൈനസ് F2. ഇവിടെ F1 എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? 500 ഹെർട്സ് ആണ്. മോഡ് 500 ഹെർട്സ് മൈനസ് F2 വരുന്നത് 502 അല്ലേ. മോഡിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ -1 എടുക്കൂല. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ എന്താണ് എഫ് ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എഫ് ബീറ്റ് കിട്ടുന്നത് എഫ് ബീറ്റ് ഈസ് ഈക്വൽ ടു 2 ഹെർട്സ്. എഫ് ബീറ്റ് എത്രയാണ് വരുന്നത്? 2 ഹെർട്സ് ആയിരിക്കും. ഓപ്ഷനിലുണ്ടോ നോക്കാം. അതെ, സി വരുന്നത് 2 ആണ്. അപ്പം 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം സോ ദ നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ് ഇസ് 2. ഓക്കെ,
ഇത്രയേ ഉള്ളൂ 10th ക്വസ്റ്റ്യന്. എഫ് ബീറ്റിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചാൽ മതി. ഇതേപോലെ ക്വസ്റ്റ്യൻ വരാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് y ഓഫ് പാർട്ടിക്കിൾ in a medium can be expressed as y is equal to 10 minus 6 sin 100t plus 20x into 4 pi by 4, where t is in second and x in meter. The propagation constant of the wave is. അപ്പോൾ എന്താണ്, ഒരു പാർട്ടിക്കിളിൻ്റെ മീഡിയത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വേവ് കൊടുത്തിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു ഇവിടുന്നത് അല്ലേ ഇവിടം വരെയുള്ളത്. അപ്പം ഇതിൽ ടി എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ് വരുന്നത്, എക്സ് മീറ്ററിലാണ് വരുന്നത്. അപ്പം നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, വേവിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ പ്രോബ്ലത്തിൽ എന്ത് തന്നിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ അല്ലേ. ആ ഒരു പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതായിരുന്നു? y ഈസ് ഈക്വൽ ടു 10 മൈനസ് 6 സൈൻ 100t പ്ലസ് 20x പ്ലസ് 5/4. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ത് നമുക്ക് പറയാം? ഈ ഒരു ഇക്വേഷനെ നമ്മൾ ജനറൽ ഫോം ഓഫ് ദ വേവ് ഇക്വേഷനുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം ജനറൽ ഫോമിൻ്റെ വേവ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ജനറൽ ഫോം എങ്ങനെയാണ്? y ഈസ് ഈക്വൽ ടു a സൈൻ, ഇത് ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എ സൈൻ ഒമേഗ ടി. മേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ് അതിൻ്റെ. ആൻഡ് പ്ലസ് കെ എക്സ് പ്ലസ് 5 അല്ലേ. ഇത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. കെ എക്സിൻ്റെത് വരുന്നത്. ആൻഡ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പം ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുമെങ്കിൽ പോലും, പക്ഷെ എന്നിരുന്നാലും ഇത് അടിപൊളി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേമാതിരി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, നമുക്ക് നോർമലി ഉള്ള നമുക്ക് തന്നിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ ഇതിവിടെ 10 മൈനസ് 6 സൈൻ 100t പ്ലസ് 20x പ്ലസ് 5/4. അപ്പം ഈ ഒരു രണ്ട് ഇക്വേഷനും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും. ഇവിടെ വൈക്ക് വൈ ഉണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ്. 10ൻ്റെ കേസിൽ ഇവിടെ നോക്കൂ, എൻ്റെ എവിടെയാണ് അല്ലേ 10 വരുന്നത്. ഇനി 6 സൈന് അതേപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ആംഗുലർ ഫ്രീക്വൻസിൻ്റെ ഇവിടെ നോക്കൂ, WTക്ക് പകരം 100t വന്നിട്ടുണ്ട്. ഇവിടെ KXന് പകരം എന്താണ് വരുന്നത്? 20x ആണ്. 5ക്ക് പകരം 5/4 എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് എന്താ ചോദിച്ച ക്വസ്റ്റ്യൻ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ഏതാണെന്നാണ് ഇതിൽ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ്. ഈ എ ഡിനോട്ട് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. W എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. KXൻ്റെ ഇതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന KX ആണ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഇക്വേഷനായിട്ടൊന്ന് ജനറൽ ഇക്വേഷൻ ഒന്ന് തട്ടിച്ച് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. എക്സിൻ്റെ അവിടെ x എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Kക്ക് പകരം ഇവിടെ എന്താണ് 20 എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 20 ആയിരിക്കും അല്ലേ. K ഈസ് ഈക്വൽ ടു 20. അപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ 20 ആണ് വരുന്നത്. അപ്പം K എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ആയിരിക്കും. അപ്പം ഈ ഒരു Kൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ റാഡ് പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ m⁻⁻1 എന്നാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് 20 m⁻⁻1 ആയിരിക്കും. ഓക്കെ അല്ലേ. ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തേക്കുക. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർ ഓഫ് ദ വൈറ്റ് ലൈറ്റ് ഡീവിയേറ്റ്സ് ദ മോസ്റ്റ് വെൻ പാസസ് ത്രൂ ദ പ്രിസം. അതായത് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് ABCD എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കളേഴ്സിൻ്റെ ഓപ്ഷൻ. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രിസത്തിലൂടെ നമ്മൾ
വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്, ഇതിപ്പം പ്രിസത്തിൻ്റെ എക്സ്പെരിമെൻ്റ് അറിയില്ലേ, അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്കിങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് പോകില്ലേ കുറച്ച് കളേഴ്സ്, അപ്പോൾ അതിനെ നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചോദിക്കുന്നത്. അപ്പം പ്രിസത്തിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുമ്പോഴും ഡീവിയേറ്റ് ചെയ്യുന്നത്, വിച്ച് ഓഫ് ദി കളർ ഓഫ് വൈറ്റ് ലൈറ്റ് ഡീവിയേറ്റ്സ് ദി മോസ്റ്റ്, ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന കളർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഡീവിയേറ്റ് ചെയ്യുന്ന കളർ ഏതായിരിക്കും? ഇപ്പം ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ദറ്റ് ഈസ് വയലറ്റ് അല്ലേ, വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. കാരണം അതെന്താണ്, അതിന് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് ഉള്ളത് അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള കളേഴ്സിനെ അപേക്ഷിച്ച് അത് കൂടുതലായിട്ട് റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് റിഫ്രാക്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് ഏതാണോ അതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓപ്ഷന് ബി ആണ് നമ്മളൊരു വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ പോകുമ്പോൾ മോസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു കളർ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കേസിലാണ്. അപ്പം ആ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കേസിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. Light travels from rare to denser medium. Light travels from denser to rarer medium. Light travels in air only and light travels in water only. അപ്പം ഈ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യും ഈ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണ്. അതായത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എങ്ങനെയാണ്, ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റയർ മീഡിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിഫ്രാക്റ്റീവ് ആംഗിൾ ഓഫ് പ്രിസം ഇസ് 30 degree and its refractive index is 1.6. കാൽക്കുലേറ്റ് ദ ഡീവിയേഷൻ കോസ്ഡ് ബൈ ദ പ്രിസം. അപ്പോൾ ഇവിടുത്തെ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഡീവിയേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, n-1 ഇൻറ്റു എ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ആംഗിൾ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 30 ആണ് വരുന്നത്, അത് 30a². ഇനി നമുക്ക് വരുന്നത് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അത് എത്രയാണ്, n ഈസ് ഈക്വൽ ടു 1.6 ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് വരുന്നത്, ദാറ്റ് ഈസ് 1.6 ഇൻറ്റു അല്ലേ, സോറി 1.6 മൈനസ് 1 ഇൻറ്റു 30a². 30 ആണ് കേട്ടോ, അത് 30 a² എന്നാണ് പറയുന്നത്. അപ്പം ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു 30a² അല്ലേ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ 18a² ആണ് വരുന്നത്. അപ്പം ഡീവിയേഷൻ ഡി ഈസ് ഈക്വൽ ടു എത്ര നമുക്ക് പറയാം, 18 എന്ന് പറയാം കേട്ടോ. അപ്പം എന്താണ് ഡി ഈസ് ഈക്വൽ ടു 14ാമത്തെ ഓപ്ഷൻ്റെ ആൻസർ ജി ആണ് വരുന്നത്. ഓക്കെ, ഇത് എത്രയേ ഉള്ളൂ, ഇത് ഡയറക്റ്റ് ആൻസേഴ്സാണ് വരുന്നത്, നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 15th question. In an experiment of scattering of alpha particle showed for the first time that the atom has, ഇപ്പോൾ എന്താണ് ആൽഫ പാർട്ടിക്കിൾസ് ഷോ ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റ്, അപ്പം അതിൻ്റെ ആറ്റത്തിന് എന്താണെന്നാണ് പറയുന്നത്, ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, റൂദർഫോർഡാണ് അത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് അല്ലേ. ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലായിട്ടുള്ളത്, ദറ്റ് ഈസ് ഇറ്റ്സ് ഷോഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദി ആറ്റം ഹാസ് എ ന്യൂക്ലിയസ് അല്ലേ. എന്താണ് ആറ്റത്തിന് എന്തുണ്ടെന്നാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കിയത്, ദറ്റ് ആറ്റം ഹാസ് എ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 16ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ, അത് വരുന്നത് ഇവിടെ
16 ഇവിടെ താഴെയുള്ളതാണ്. അക്കോർഡിംഗ് ടു ബോസ് പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് റിവോൾവ്ഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഡാഷ് ഓർബിറ്റ്സ്. അപ്പം ബോർ പോസ്റ്റുലേറ്റ് വെച്ചിട്ട് ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് ഡാഷ് ഓർബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏത് ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഏത് ഓർബിറ്റിലാണ്? ദറ്റ് ഈസ് അക്കോർഡിംഗ് ടു ബോസ് പോസ്റ്റുലേറ്റ് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് സ്റ്റേഷനറി ഓർബിറ്റ് അല്ലേ, സ്റ്റേഷനറി ഓർബിറ്റിലായിരിക്കും ബോറിൻ്റെ പോസ്റ്റുലേറ്റ് പ്രകാരം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അപ്പം അതെന്താണ്, നീൽസ് ബോർ ഒരു മോഡൽ ഓഫ് ദ ആറ്റം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് സ്പെസിഫിക് ആയിട്ട് റൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുന്നത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ആണിത് വരുന്നത്, ന്യൂക്ലിയസ്. അപ്പം അതിന് ഒരു സ്പെസിഫിക് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഓർബിറ്റിലിനെ നമ്മൾ എന്താ പറയുന്നത്, ഓൾസോ നോൺ ആസ് ദി എനർജി ലെവൽ ഓർ ഷെൽസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഓർബിറ്റ്സിനെയാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്നത്. ബിക്കോസ് അക്കോർഡിംഗ് ടു ബോസ് മോഡൽ ഈ ഒരു ഇലക്ട്രോൺസ്, ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല, ഇറ്റ്സ് ഡു നോട്ട് റേഡിയേറ്റ് എനർജി അല്ലേ, എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല. ഹെൻസ് ദേ ആർ കോൾഡ് ദി സ്റ്റേഷനറി ഓർബിറ്റ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ ഇറ്റ്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് 2 പാർട്ടായിട്ടാണുള്ളത്. ഇങ്ങനെ പാസേജ് ടൈപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ വരും കേട്ടോ. Friction between any two surfaces in contact is the force that opposes the relative motion between them. Friction between any two surfaces in contact is the force that opposes the relative motion between them. The force of limiting friction F between any two surfaces in contact is directly proportional to the normal reaction R between them, that is F directly proportional to R and F equal to mu R, where mu is coefficient of limiting friction, then mu is equal to tan theta. അപ്പോൾ എന്താ ഫസ്റ്റ് പറയുന്നത്, ഫ്രിക്ഷൻ ബിറ്റ്വീൻ എനി ടു സർഫേസ് അല്ലേ, 2 സർഫേസ് തമ്മിലുള്ള ഫ്രിക്ഷന് ഇൻ കോണ്ടാക്ട് ഈസ് ദി ഫോഴ്സ്. അപ്പോൾ അവിടെ ഫോഴ്സ് എന്തായിരിക്കും, അത് തമ്മിലുള്ള ആ ഒരു ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. അപ്പം ഈ ഒരു ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ നമ്മൾ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ബിറ്റ്വീൻ ദി ആ ഒരു 2 സർഫേസിൽ ബിറ്റ്വീനുള്ള ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ടുള്ള എഫ്, അതെന്തുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ഇറ്റ്സ് നോർമൽ റിയാക്ഷൻ ആറുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ടേംസിൽ ചെയ്താൽ എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലെങ്കിൽ എഫ് ഫിസിക്കൽ ടു മ്യൂ ആർ എന്ന ടേംസിൽ ചെയ്തു. ഇവിടെ മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് കേട്ടോ, മ്യൂസിക്കൽ ടു ടാൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എന്താ അവർ തന്നിരിക്കുന്നതെന്ന്. ഇത്ര വലിയ ഭയാനകമായിട്ടുള്ള പാരഗ്രാഫ് ആണെങ്കിൽ കൂടെ, പാസേജ് ആണെങ്കിൽ കൂടെ അതിൻ്റെ ആൻസേഴ്സ് ചിലപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദ മാക്സിമം ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ എ പെയർ ഓഫ് സർഫസസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ആ ഒരു സർഫസസിൻ്റെ പെയർ ഓഫ് സർഫസിൻ്റെ ഇടയിലുണ്ടാകുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം ഫോഴ്സ് എന്തിന് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദ ബോഡി, കോഎഫിഷ്യൻ്റ് ഓഫ് ദി ഫ്രിക്ഷൻ, ഏരിയ ഓഫ് കോണ്ടക്ട് ആൻഡ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ഈ ഒരു നമുക്കറിയാം ദ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷന് നമുക്ക് എന്താ തന്നിട്ടുള്ളത്, എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലേ, ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അപ്പം ഈ ഒരു ആർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെയ്റ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ആർ ഈസ് ഈക്വൽ ടു ഡിപ്പെൻഡ് ഓൺ ദി വെയ്റ്റ് ഓഫ് ദി എം ജി, വെയ്റ്റ് ഓഫ് ദി ഓബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ദ ഫോഴ്സ് ഓഫ് ദി ഫ്രിക്ഷന് ഇറ്റ്സ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഏരിയ ഓഫ് കോണ്ടാക്റ്റ്. പക്ഷെ നമ്മുടെ എന്താണ് ഫോഴ്സ്, അത് നമ്മുടെ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ബിറ്റ്വീൻ ദി ടു സർഫേസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് തന്നെ സെൻറ്റർ ലോക്കിംഗ് ഓഫ് ദി സർഫസ് ഇറഗുലാരിറ്റീസ് ആണ്.
അപ്പം ഈ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി സർഫസ് റാദർ ദാൻ ദയർ അപ്പാരൻറ്റ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അനുസരിച്ച് രണ്ട് പെയർ ഓഫ് സർഫേഴ്സിൻ്റെ ബിറ്റ്വീനായിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ അതിൻ്റെ മാക്സിമം ഫോഴ്സ് എന്തായിരിക്കും? ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കും. ഓക്കെ. സെക്കൻഡ് വരുന്ന യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷന്. ഇനി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ എന്താണ് കോഎഫിഷ്യൻ്റ് യൂണിറ്റ് ഓഫ് അതിൻ്റെ യൂണിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ദാറ്റ് ഈസ് നമുക്ക് n തന്നിട്ടുണ്ട്, nm തന്നിട്ടുണ്ട്, n പെർ m എന്ന് തന്നിട്ടുണ്ട്, ആൻഡ് യൂണിറ്റ് ലെസ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് ആൻസർ വരുന്നത് യൂണിറ്റ് ലെസ് ആണെന്നാണ് കേട്ടോ. ദാറ്റ് ഈസ് നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ആണ്. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു എന്തിൻ്റെ റേഷ്യോ ആയിട്ടാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ റേഷ്യോ ആയിട്ടാണ്. ആൻഡ് ഓൾസോ ദി നോർമൽ റിയാക്ഷൻ R. അപ്പം മ്യൂ എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? F/R ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം എന്താണ്? ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് പറയാം അല്ലേ. ഇവിടെ ഈ ഒരു കോഎഫിഷ്യൻ്റ് മ്യൂ എന്ന് പറയുന്ന ഈ ഒരു കോഎഫിഷ്യൻ്റ് എന്താ? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു യൂണിറ്റ് ഉണ്ടാകുന്നില്ല. ഓക്കെ. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി സെൻറ്റൻസ് യൂസിങ് ഫോളോയിങ് വേർഡ്സ്. അപ്പം താഴെ നമുക്ക് 2 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 18 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് സബ് പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഇതിൽ നിന്നിട്ട് എടുത്തിട്ട് അത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ഡാഷ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. ഏതൊരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ആ ഒരു സിസ്റ്റം കണ്ടെത്താനാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് അത് കണ്ടെത്താൻ ഭയങ്കര ഈസിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സിസ്റ്റമായിട്ട് നമുക്കറിയുന്നത് എന്താണ്? ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം അല്ലേ. നമ്മൾ തെർമോഡൈനാമിക്സിൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്താണ്? ഡയറക്റ്റായിട്ട് നമുക്ക് ഒന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ലോജിക് വേവ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറയാം. ബാക്കിയൊക്കെ ഇതുമായിട്ട് ഡിപ്പെൻഡ് അല്ലേ. നിങ്ങൾ നോക്കി നോക്കും, മോർ ഫോഴ്സ്, ലീനിയർ മൊമെൻറ്റം ആൻഡ് ഇനേർഷ്യ ലെസ് അല്ല. അപ്പോൾ അത് നമുക്ക് സിസ്റ്റം എന്ന് ഇവിടെ വന്നതുകൊണ്ട് നമുക്കതങ്ങനെ മെൻഷൻ ചെയ്യാം ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന്. അപ്പോൾ അതാണ് ഐസൊലേറ്റഡ് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ശരിക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരാമെന്നുണ്ടെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് കൺസേർവ്ഡ്. നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അനുസരിച്ച് ഈ ഒരു ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം അത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ആക്ടിങ് ചെയ്യാത്ത ടൈമിലാണ് കേട്ടോ. ഇറ്റ്സ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ദ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ എനി ഇൻറ്ററാക്ഷൻ ഇറ്റ്സ് റിമെയിൻസ് ദി സെയിം ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് അപ്ലൈഡ്. ഓക്കെ. അപ്പം എന്താണ്? ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് കൺസേർവ്ഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഹയർ വൺ ഫോഴ്സ് ഇസ് ഡാഷ്. എന്താണ്? ഫോഴ്സ് എന്തോ ആകുമ്പോൾ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ മോർ ആവാം. ഇവിടെ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് എന്താണ് ഇവിടെ കാണിക്കുന്നത്? ദറ്റ് ഈസ് മോറും കാണിക്കുന്നുണ്ട്, ലെസ്സും കാണിക്കുന്നുണ്ട്. നമ്മുടെ ലോജിക്കൽ വേ ഓഫ് അപ്രോച്ച് ആണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്. ഫോഴ്സസ് ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് മോർ ഓർ ലെസ്. ഇനി ഇതിൽ നിന്ന് ഏതെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഹയർ വൺ ഫോഴ്സസ് അല്ലേ. മൊമെൻറ്റം ഹയർ ആകുമ്പോൾ എന്തായിരിക്കണം? തീർച്ചയായിട്ടും ഫോഴ്സും ഹയർ ആയിരിക്കണം അല്ലേ. കുറച്ച് ഹയർ ആയിരിക്കണം. അപ്പോഴാണ് നമുക്കിവിടെ എന്ത് എഴുതാം? മോർ എന്ന് വരുള്ളൂ അല്ലേ. അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് എന്താ പറയാം? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എങ്ങനെയാണ്? F dp/dt ആണ് അല്ലേ. അപ്പം അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ
അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റത്തിനും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, അത് ഓൾസോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ മീനിങ് ചെയ്യുന്ന എന്താണ്, ലാർജർ ഫോഴ്സ് റിസൾട്ട് ഇൻ എ ഹയർ മൊമെൻറ്റം ചേഞ്ച് ഇൻ എ ഗിവൺ ടൈം അല്ലേ. അപ്പോൾ ലാർജർ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അറ്റ് ടൈം ഇവിടെ ഹയർ മൊമെൻറ്റം ചേഞ്ചും വരും. അപ്പോൾ നമ്മുടെ ആൻസർ, കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് ഈസ് ഹയർ വൺ ഫോഴ്സ് ഇസ് മോർ. ഫോഴ്സ് മോർ ആകുമ്പോൾ ഹയർ മൊമെൻറ്റം വരും. ഓക്കെ അല്ലേ. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ബെർണോളിസ് തിയറം ഹാസ് മെനി ആപ്ലിക്കേഷൻ among which one is a spray gun which is shown in the figure where a piston pushes air out of a nozzle. എന്താണ് ബെർണോളിസ് തിയറത്തിന് നമുക്കറിയാം മെയിൻ ആപ്ലിക്കേഷൻ, പക്ഷെ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് താഴെയൊരു സ്പ്രേ ഗണ്ണിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ പിസ്റ്റൺ പുഷസ് എയർ ഔട്ട് എ നോസിൽ, അതായത് ഒരു നോസിലൂടെ എന്താണ് ആ ഒരു പിസ്റ്റൺ അതിൻ്റെ ഉള്ളിലുള്ള എയറിനെ ഔട്ട് ചെയ്യുന്നുണ്ട്. a thin tube of uniform cross section is connected to the nozzle. അപ്പം ആ ഒരു നോസിലിൻ്റെ അവിടെ എന്താണ് തിൻ ട്യൂബ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷനിലുള്ളൊരു ഇത് തിൻ ട്യൂബ് അവിടെ ആ നോസിലിൻ്റെ ഭാഗത്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ദ അതർ എൻഡ് ഓഫ് ദി ട്യൂബ് ഈസ് ഇൻ എ സ്മോൾ ലിക്വിഡ് കണ്ടെയ്നർ. അപ്പോൾ അതിൻ്റെ അതർ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്മോൾ ലിക്വിഡ് കണ്ടെയ്നറാണ് വരുന്നത്. ഓക്കെ. ആസ് ദ പിസ്റ്റൺ, ഇതാണ് നമ്മുടെ പിക്ചർ വരുന്നത്. ആസ് ദ പിസ്റ്റൺ പുഷസ് എയർ ത്രൂ ദ നോസിൽ. അപ്പോൾ എന്താണ്, ഈ ഒരു നോസിലൂടെ പുഷ് ചെയ്യുമ്പോൾ എയർ ദ ലിക്വിഡ് ഫ്രം ദി കണ്ടെയ്നർ റൈസസ് ഇൻ ടു നോസിൽ ആൻഡ് സ്പ്രേഡ് ഔട്ട് അല്ലേ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ സ്പ്രേ ചെയ്യുന്നത്, നമ്മളിപ്പോൾ സിറിഞ്ചിൽ വെക്കുന്ന പോലെയാണ് ഇത് തന്നെ, അതൊന്നും ഓർത്താൽ മതി. അത് സ്പ്രേ ഔട്ട് ചെയ്ത് പോകും. ഫോർ ദി സ്പ്രേ ഗൺ ഷോൺ ദ റേഡിയ ഓഫ് ദ പിസ്റ്റൺ ആൻഡ് ദ നോസിൽ ആർ 20 mm ആൻഡ് 1 mm. അപ്പോൾ എന്താണ് നമ്മുടെ പിസ്റ്റൻ്റെയും നോസിലിൻ്റെ റേഡിയസ് എങ്ങനെയാണ് വരുന്നത്, 20 mm. പിസ്റ്റണിൻ്റെ വരുന്നത് 20 mm ആൻഡ് നോസിലിൻ്റെ വരുന്നത് 1 mm ആണ്. ആൻഡ് ദി അപ്പർ എൻഡ് ഓഫ് ദി കണ്ടെയ്നർ ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അപ്പർ എൻഡ് എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിൽ തുറന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം P plus half dv square plus h dg is a constant which is expressed as a plus b plus c equal to constant. Then for unit volume of an ideal fluid in a streamline flow a b c respectively are corresponded to. അപ്പോൾ എന്താണ്, ഒന്നുമില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ബെർണോളിസ് തിയറം അനുസരിച്ച് എന്താണ്, ഈ ഒരു ഇക്വേഷൻ ആണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. P plus half dv square plus h dg equal to constant ആണ്. അപ്പോൾ ഇതിനെ a plus b plus c equal to constant, അതായത് പിനെ a ആയിട്ടും ഹാഫ് dv സ്ക്വയറിനെ b ആയിട്ടും പിന്നെ h dgനെ c ആയിട്ടും കൊടുത്തിട്ടുണ്ട് അവർ. അച്ഛാ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പം ഇവർ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു എയും ബിയും സിയും, ദാറ്റ് ഈസ് എ ബി സി റെസ്പെക്റ്റീവ്ലി, ഈ ഒരു എ ബി സി എന്തിനെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്, അത് എന്തിനെയാണ് കാണിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന 3 കാര്യങ്ങളാണ്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പ്രഷർ എനർജി ഉണ്ട്. 3 ഉണ്ട്. അത് 3 ഉൾക്കൊള്ളിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഓർഡറാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഹാഫ് ഡി വി സ്ക്വയർ അല്ലേ. ഹാഫ് ഡി വി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹാഫ് കെ വി സ്ക്വയർ ആണ് നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഹാഫ് കെ വി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ അത് ബി ആയിട്ടാണ് വരുന്നത്, ബീൻ്റെ പൊസിഷനിലാണ് വരുന്നത്. പിന്നെ എച്ച് ഡി ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എം ജി എച്ച് എന്നൊക്കെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ കേസിൽ എം ജി എച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് സി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാവാം സെക്കൻഡ് പൊസിഷനിൽ കൈനറ്റിക് എനർജി ആയിരിക്കും, തേർഡ് സീൻ്റെ ലെവലിൽ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും വരുന്നത്. ഒബ്വിയസ്ലി എൻ്റെ പൊസിഷനിൽ പ്രഷർ എനർജി ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഇവിടെയുള്ള ഓപ്ഷൻ ഏതാണ് വരുന്നത്, ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലാക്കാം. എ ബി സി റെസ്പെക്റ്റീവ്ലി എന്തിനാണ് കറസ്പോണ്ട് ചെയ്യുന്നതെന്ന് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ വലിയ ലാർജ് പാരഗ്രാഫെല്ലാം തന്ന് നമ്മൾ നെറ്റിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ ക്വസ്റ്റ്യനിലേക്ക് അടുക്കുമ്പോഴേക്കത് സോ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ 2 തവണ ഇങ്ങനെ വായിച്ചാൽ മതി.
തീർച്ചയായിട്ടും രണ്ടോ അതിലധികമോ തവണ വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ഒരു ബൾബും കത്താതിരിക്കുന്ന ആ ഒരു ടൈമാണെങ്കിൽ 2-3 തവണ ക്വസ്റ്റ്യൻസ് വായിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനുള്ളൊരു കാര്യം നമുക്കതിൽ നിന്ന് കിട്ടിയിരിക്കും. ഓക്കെ. ഇഫ് ദ പിസ്റ്റൺ ഈസ് പുഷ്ഡ് അറ്റ് എ സ്പീഡ് ഓഫ് 5 mm raised to -1, the air comes out of the nozzle with a speed of എന്താണ് ആ ഒരു പിസ്റ്റണ് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ടല്ലോ, അത് എത്ര സ്പീഡിലാണ്? 5 mm അല്ലേ. ഇനി അതിൻ്റെ ഉള്ളിലുള്ള എയർ എങ്ങനെയാണ് വരുന്നത്? നോസിലിൻ്റെ ഉള്ളിൽ നിന്ന് അത് എത്ര സ്പീഡിലാണ് വരുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യണം. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? AV1 A2. ഇത് ബെർണോളിസ് തിയറം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. AV1 = A2V2. അപ്പം നമുക്കിവിടെ റേഡിയസ്, പിസ്റ്റൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് പാസേജിൽ എന്താണ് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 mm ആണെന്ന്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഏരിയ A1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കൊടുക്കാം പൈ അപ്പം ഏരിയ കൊടുത്തിരിക്കുന്നത് 20, പിസ്റ്റൻ്റെ റേഡിയസ് കൊടുത്തിരിക്കുന്നത് റേഡിയസ് 20 mm ആണ്. അപ്പം ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? = പൈ 20 × 10⁻³ ഇതായിരിക്കും അതിൻ്റെ ഏരിയ വരുന്നത്. ഇനി റേഡിയസ് 1 ആയിട്ടുള്ള നോസിലുണ്ടല്ലോ, അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഏരിയ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോസിലിൻ്റെ 1 mm നോസിൽ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഏരിയ എന്താണ്? A2 ആയിരിക്കും വരുന്നത്. A2 = പൈ × 1 × 10⁻³ അപ്പോൾ A1-ഉം A2-ഉം കിട്ടി അല്ലേ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എന്താണ് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ അതിന് മുൻപ് തന്നെ നമുക്കുണ്ടല്ലോ, നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പിസ്റ്റൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 5 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിസ്റ്റൻ്റെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമുക്ക് വെലോസിറ്റി വരുന്നത് അല്ലേ. V1 = 5 mm/s ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം നമുക്ക്. V1 = 5 mm/s. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? 5 × m/s-ലാക്കുമ്പോൾ 5 × 10⁻³ m/s. ഓക്കെ. ഇനി ഇതൊക്കെ നമുക്ക് ഇപ്പം നേരത്തെ ഞാൻ എഴുതിയ കാര്യങ്ങളും കൂടെ ഒന്നായിട്ട് നമുക്ക് ചേർത്ത് വെച്ചാൽ എങ്ങനെ ആവാം ഫൈനൽ ഇക്വേഷൻ വരുന്നത്? അതായത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്പീഡ്, നോസിലിൻ്റെ സ്പീഡാണ്. ദാറ്റ് ഈസ് V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? V2 = V1 × A1 / A2 ആണ് അല്ലേ. അപ്പം V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 5 അല്ലേ. 5 × A1 നമുക്ക് തന്നിരിക്കുന്നത് 20. നേരിട്ട് അങ്ങോട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ അതിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല യൂണിറ്റിലേക്ക്. ആൻഡ് അതിൻ്റെ A2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 1² = 5 × 20² ഉണ്ട് കേട്ടോ ഇവിടെ. 20² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 20² എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 ആണ് വരുന്നത്. അപ്പോൾ 5 × 400 / 1 ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് തന്നെയായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് 2000 mm/s ആയിരിക്കും വരുന്നത്. ഇതിനെ m/s നമുക്ക് കാട്ടണം. m/s അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? 2 m/s -1. അപ്പോൾ ഇതായിരിക്കും ആൻസർ വരുന്നത്. ആൻസർ C ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ
സോറി ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ ഒബ്സർവർ മൂവ്സ് അവേ ഫ്രം ദ സ്റ്റേഷനറി സോഴ്സ് ദ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഇസ് ഡാഷ് ദാൻ ദി ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് ദി സോഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഒബ്സർവർ സ്റ്റേഷനറി സോഴ്സിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ, അതായത് അവേ ഫ്രം ദി സ്റ്റേഷനറി സോഴ്സ് അല്ലേ, സ്റ്റേഷനറി സോഴ്സിൽ നിന്ന് കുറച്ചധികം ദൂരത്തേക്ക് മാറുമ്പോൾ ദ അപ്പാരൻറ്റ് ഫ്രീക്വൻസി, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നാണ്. ദാൻ ദി ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ്, ആ ഒരു സോഴ്സിൻ്റെ ആക്ച്വൽ ഫ്രീക്വൻസിനെ അപേക്ഷിച്ച് അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ, അക്കോർഡിംഗ് ടു ഡോപ്ലർ എഫക്റ്റ് അല്ലേ, ഡോപ്ലർ എഫക്റ്റ് കാരണം നമുക്ക് പറയാം എന്താ, when an observer moves away the wavelength increases. അപ്പം വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പം ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പം ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ലെസ് ദാൻ എന്ന് എഴുതാം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, ലെസ് ദാൻ ആണ് കേട്ടോ വരുന്നത്, ലെസ് ദാൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം, അതായത് ഡോപ്ലർ ഇഫക്റ്റ് കാരണം ഒരു ഒബ്സർവർ ആക്ച്വൽ സോഴ്സിൽ നിന്ന് അവേ ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന വേവ് ലെങ്ത് എന്തായിരിക്കും, വേവ് ലെങ്ത് അത് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി അപ്പോൾ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഡിക്രീസ് ചെയ്യും. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുക, അതിവിടെ എഴുതുമ്പോൾ നമ്മൾ എന്താണ്, ഇറ്റ്സ് ലെസ് ദാൻ. ഓക്കെ, അപ്പോൾ എത്രയാണ് അതിൻ്റെ ആൻസർ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൻ്റെ ബി പാർട്ടാണ്, ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് അപ്പിയർ ടു ബി ഡാഷ് ദാൻ ദി ആക്ച്വൽ ഫ്രീക്വൻസി വെൻ ദ സോഴ്സ് ടുവേർഡ്സ് ദി സ്റ്റേഷനറി ഒബ്സർവർ. അപ്പോൾ എന്താണ്, സ്റ്റേഷനറി ഒബ്സർവറിൻ്റെ അടുത്തേക്ക് സോഴ്സ് വരുന്നതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി, അതിനുണ്ടാകുന്ന ചേഞ്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സൗണ്ട് സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദി ഒബ്സർവർ അല്ലേ, ഒബ്സർവറിൻ്റെ അടുത്തേക്കാണ് സൗണ്ട് സോഴ്സ് വരുന്നത്. ഹെൻസ് ദ സൗണ്ട് വേവ്സ് എന്തായിരിക്കും, കംപ്രസ് ആവും. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഇൻക്രീസിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ രണ്ടും ശ്രദ്ധിക്കേണ്ടത്, മുൻപ് പറഞ്ഞ കണ്ടീഷൻ അവേ ആണെങ്കിലും ടുവേർഡ്സ് ആണെങ്കിലും നടക്കുന്ന എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റ് ആണ്. അപ്പം അവിടെ നേരത്തെ വേവ് ലെങ്ത്ത് ഇൻക്രീസ് ആയപ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ആയി. ഇവിടെ നമ്മൾ നേരെ വൈസ് വേവ്സാണ് വരുന്നത് അല്ലേ. ഇത് ടുവേർഡ്സ് ആകുമ്പോൾ എന്താണ് ഇവിടെയുള്ള സൗണ്ട് വേവ്സ് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ, അല്ലെങ്കിൽ നമുക്കിതിനെ ഇൻക്രീസ് എന്ന് കൂടെ എഴുതാം. ഒന്നെങ്കിൽ മോർ എന്ന് എഴുതി കൊടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന എഴുതിയാലും മതി, ആൻസറാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. 21st ക്വസ്റ്റ്യൻ കോളം എയിലുള്ളത് കോളം 2 ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലെക്സസ്, ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ SI യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എന്താണ് ടേബിളിലൊക്കെ SI യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ SI യൂണിറ്റാണ് ഇപ്പം ചോദിക്കുന്നത്. എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് നമുക്ക് നേരത്തെ തന്നെ പറയാം, n²/c. അതായത് ഇലക്ട്രിക് ഫ്ലെക്സ് ഈസ് ഗിവൺ ബൈ ദി phi EXA എന്നാണ് അല്ലേ. അപ്പം ഈ ഒരു SI യൂണിറ്റ് എങ്ങനെ നമുക്ക് ചെയ്യാം, SI യൂണിറ്റിന് എന്താ പറയുന്നത്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ആണ്. അതാണ് nm²/c എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എന്താ വരുന്നത്, E=F/Q ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് പെർ ചാർജ് ആണ്. ഫോഴ്സ് പെർ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വരുന്നത് ന്യൂട്ടൺ ആണ് അല്ലേ. പിന്നെ ചാർജിൻ്റെ എന്താണ്, കൂളോമാണ് വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്, Pn/c ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കുക, SI യൂണിറ്റ്, ഓരോന്നിൻ്റെ SI യൂണിറ്റും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കിർച്ചോഫ് ഫസ്റ്റ് ലോ ഫോർ ഇലക്ട്രിക് നെറ്റ്വർക്ക് ഈസ് ബേസ്ഡ് ഓൺ.
എന്താണ് കിർച്ചോഫിൻ്റെ ഫേസ്റ്റ് ലോ എന്തിനെയാണ് ബേസ് ചെയ്യുന്നതെന്നാണ്. കിർച്ചോഫിൻ്റെ ഫേസ്റ്റ് ലോ എന്തിനെയാണ് പറയുന്നത്? കൺസർവേഷൻ ഓഫ് ചാർജിനാണ് അല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതായത് KCL ആണ് കിർച്ചോഫിൻ്റെ ഫേസ്റ്റ് ലോ. KCL എന്ന് വെച്ച് കഴിഞ്ഞാൽ കിർച്ചോഫ് കറണ്ട് ലോ അല്ലേ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ കറണ്ട് എൻറ്ററിങ്, അതായത് ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ദി ജംഗ്ഷൻ അല്ലേ, ഇറ്റ്സ് ഈക്വൽ ടു ദി ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ അല്ലേ. ഇതാണ് KCL കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു ലോ എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? ചാർജ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ചാർജിനെയാണ് കേട്ടോ, കൺസർവേഷൻ ഓഫ് ചാർജിനാണ് കിർച്ചോഫ് ഫേസ്റ്റ് ലോ ബേസ് ചെയ്യുന്നത്. ആൻഡ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ എന്തിനായിരിക്കും ബേസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നോക്കുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് എനർജി, കൺസർവേഷൻ ഓഫ് എനർജീനെയാണ്, ലോ ഓഫ് കൺസർവേഷൻ എനർജിയാണ് കിർച്ചോഫ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പം കിർച്ചോഫ് സെക്കൻഡ് ലോ എന്താണ്? KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി സം ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് 0 അല്ലേ. അപ്പോൾ അതെന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ഫ്രം ദി കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ട്രൂ എന്നും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ഫോൾസ് എന്നും നമ്മൾ ആൻസർ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കേട്ടോ ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് 2 വരുന്നത്. നമ്പർ ചെയ്തത് മാറിപ്പോയതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ റെഫ്രിജറേറ്റർ ദ സോഴ്സ് ഓഫ് ഹീറ്റ് ഇസ് ദ എൻവയൺമെൻറ്റ് ആൻഡ് സിങ്ക് ഓഫ് ഹീറ്റ് ഇസ് ദി ഇന്നർ ചാമ്പർ ഓഫ് റെഫ്രിജറേറ്റർ. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ, ഫസ്റ്റ് ഗ്ലാൻസിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നത്, അതാണ് റെഫ്രിജറേറ്റർ. ദ സോഴ്സ് ഓഫ് ഹീറ്റ് ഈസ് ദ എൻവയൺമെൻറ്റ്. എന്താണ് പറയുന്നത്? എൻവയൺമെൻറ്റിൽ നിന്നാണ് റെഫ്രിജറേറ്റർ ഹീറ്റ് എടുക്കുന്നതിന്. ഓക്കെ, ഹീറ്റ് എടുക്കുന്നത്. ഇനി ഇതിന് റിലീസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? റിലീസ് ചെയ്യുന്നത് ഇന്നർ ചാമ്പർ ഓഫ് റെഫ്രിജറേറ്റർ, അതായത് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഇന്നർ ചാമ്പറിലേക്ക് ആണ്, സിങ്കിലേക്കാണ് ഹീറ്റ് റിലീസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഡാഷ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതിയാൽ മതി. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ വരുന്നത്. ഇറ്റ് ഈസ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫോൾസ് ആണ്. കാരണം എന്താണ്? നമ്മളിപ്പം ഇവർ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് വൈസ് വേഴ്സ ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു റെഫ്രിജറേറ്ററിൽ ഹീറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ഇന്നർ ചാമ്പർ നിന്നാണ്. ഇന്നർ ചാമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക്, ഫ്രിഡ്ജിൻ്റെ സിങ്ക് ഉണ്ടാവില്ല, അവിടെ നിന്നാണ്, ആ ഒരു ഇന്നർ ചാമ്പർ നിന്നാണ് നമ്മുടെ ഹീറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്ത് വരുന്നത്. എന്നിട്ട് ഇത് റിലീസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? എൻവയൺമെൻ്റ് ആണ് നമ്മുടെ സോഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ലാതെ ഇവിടെ പറഞ്ഞ രീതിയിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇഫ് ഡോർ ഓഫ് എ വർക്കിംഗ് റെഫ്രിജറേറ്റർ ഇസ് കെപ്റ്റ് ഓപ്പൺ ഫോർ എ ലോങ് ടൈം ഇൻ എ ക്ലോസ്ഡ് റൂം ദ റൂം വിൽ ബിക്കം കൂൾ. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? അതായത് ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഡോറ് അത് നമ്മൾ കുറച്ചധികം നേരത്തേക്ക് തുറന്നിടുകയാണ്. അപ്പം ഈ ഒരു റെഫ്രിജറേറ്റർ നിൽക്കുന്ന റൂം എങ്ങനെയുള്ളതാ? ക്ലോസ്ഡ് ആണ് അല്ലേ? ക്ലോസ്ഡ് റൂമാണ് വരുന്നത്. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂം തണുക്കുന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദാറ്റ് ഈസ് ഫോൾസ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ജസ്റ്റ് നിങ്ങൾക്കിത് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നിങ്ങൾ ഈ ഒരു ക്ലോസ്ഡ് റൂമിൽ ഇങ്ങനെ ഒരു റെഫ്രിജറേറ്റർ വെച്ചതാണെങ്കിൽ അതിൻ്റെ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. പിന്നീട് നിങ്ങൾ ആ ഒരു റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ തണുപ്പാണോ അറിയപ്പെടുന്നത്, ചൂടാണോ അനുഭവപ്പെടുന്നതെന്നൊന്നും നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വരുന്നത് ഫോൾസ് ആണെന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണ്? നേരത്തെ ഈ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ്?
എൻവയൺമെൻറ്റിൽ നിന്ന് അല്ലേ, എൻവയൺമെൻറ്റിലേക്കാണ് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നത്. എക്സ്ട്രാക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സിങ്കിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കേസിൽ എന്താണ് കൂടുതലായിട്ടും ഈ ഒരു റെഫ്രിജറേറ്റർ ഇൻസൈഡിൽ നിന്ന് സിങ്കിൽ നിന്ന് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഹീറ്റ്, അതായത് റെഫ്രിജറേറ്റർ ആണ് ഇതെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് റിലീസ് ചെയ്യുന്നത്? എൻവയൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യും. അപ്പം അവിടെ എൻവയൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമാണ്. അപ്പം ആ റിലീസ് ചെയ്യുന്ന ഹീറ്റിന് എങ്ങോട്ടേക്കും പോകേണ്ട ആവശ്യം വരുന്നില്ല, ആ ഒരു റൂമിൽ തന്നെ അത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു റൂമിലേക്ക് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അനുഭവപ്പെടുന്നത്? ഹീറ്റ് ആയിരിക്കും അല്ലേ, ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. എന്തിന് പകരം? കൂളിന് പകരം. അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അത് തെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ കോളം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം 2. അതെന്താണ്? കോളം 1ഉം കോളം 2ഉം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടെണ്ണേ തന്നിട്ടുള്ളൂ ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ ഉണ്ടല്ലോ ഫസ്റ്റ് കോളം എന്താണെന്ന് നോക്കാം. ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ. എന്താണ് ഫസ്റ്റ് കോളത്തിൽ ചോദിക്കുന്നത്? ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചറിനല്ലേ ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്? തെർമോഡൈനാമിക്സ് പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അല്ലേ. ഇൻറ്റേർണൽ എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇസ് ദി ഫങ്ഷൻ ഓഫ് എ ടെമ്പറേച്ചർ ഓൺലി അല്ലേ. ടെമ്പറേച്ചറിൻ്റെ ഫങ്ഷനാണ് വരുന്നത്. അപ്പം ഇത് എവിടെയാണ് പറയുന്നത്? ആസ് പെർ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. എ ഗ്യാസ് പെർഫോംസ് മിനിമം വർക്ക് വെൻ ഇറ്റ് എക്സ്പാൻസ്. അപ്പം എന്താണ്? ഒരു ഗ്യാസ് അല്ലേ, അത് എക്സ്പാൻഡ് ചെയ്യുമ്പം മിനിമം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം അതിൻ്റെ ആൻസറാണ് കോളം 2 എന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതെന്താണ്? ഇവിടെ വോളിയം ഉണ്ട്, ഐസോതെർമലി ഉണ്ട്, ഐസോകോറിക്കലി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്നാണ് എടുക്കേണ്ടത്? ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഐസോതെർമലി എന്നാണ് കേട്ടോ. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഇനി ഐസോതെർമൽ എക്സ്പാൻഷൻ കാർനോട്ട് എൻജിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തെർമോഡൈനാമിക്സിൽ. അപ്പോൾ എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷനിൽ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ആൻഡ് ദ ഗ്യാസ് ഡസ് വർക്ക് അഗെയിൻസ്റ്റ് ദി എക്സ്റ്റേണൽ പ്രഷർ വിത്ത് മിനിമൽ എനർജി എക്സ്ചേഞ്ച്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് ഡാഷ് ടൈസ് ഓൺ പാസിങ് ത്രൂ എ പ്രിസം. എന്താണ് ഫസ്റ്റ് വരുന്നത്? ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ, ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് എത്രയോ ട്വൈസ് ആയിട്ട് 2 തവണ എന്തോ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബെൻഡ് ട്വൈസ് എന്ന് അല്ലേ. ഇവിടുന്ന് ഒന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട്, ദെൻ ഇവിടുന്ന് ലീവ് ചെയ്യുമ്പോൾ ഒന്ന് ബെൻഡ് ചെയ്യുന്നത്, 2 തവണ അത് ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് ബെൻഡ് ട്വൈസ് ഓൺ പാസിങ് ത്രൂ എ പ്രിസം. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് ഓഫ് ദ ലൈറ്റ് അല്ലേ. ആ ഒരു ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഡാഷ് ഈസ് ദ മോസ്റ്റ് സ്കാറ്റേർഡ് ലൈറ്റ്. അപ്പം സ്കാറ്റർ ചെയ്ത ലൈറ്റിൽ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന ഏതാണ്? ദാറ്റ് ഈസ് വയലറ്റ് ആണ് കേട്ടോ സ്കാറ്റർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കേസ് നമുക്കിപ്പം പറയാം. ബ്ലൂ, ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു ആകാശത്ത് കാണുന്നത് ഇതും സ്കാറ്ററിങ് ആണ് അല്ലേ വരുന്നത്. നമുക്ക് ബ്ലൂ ആണ് കാണുന്നത് അല്ലേ. ആകാശം എന്താ? നീല നിറയിൽ ആണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നീല നിറത്തിൽ കാണപ്പെടുന്നു? അതായത് എന്തുകൊണ്ട് ഏറ്റവും സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന വയലറ്റ് കാണുന്നില്ല? വൈ നോട്ട് വയലറ്റ്? അപ്പം വയലറ്റ് നമ്മുടെ ബ്ലൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ആണ് അല്ലേ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഐസ് കൂടുതലായിട്ട് സെൻസിറ്റീവ് ആവുന്നത് ബ്ലൂ കളറിനോടാണ്. അതുകൊണ്ടാണ് സ്കൈ ആ ഒരു രീതിയിൽ അപ്പിയർ ആവുന്നത് റാദർ ദാൻ ദി വയലറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നോക്കണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ. മാച്ച് കോളം ഫസ്റ്റ്
സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദി റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം 2. എന്താണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്? അതായത് കോളം തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോസ്റ്റ് ഡീവിയേറ്റഡ് കളറും ലീസ്റ്റ് ഡീവിയേറ്റഡ് കളറും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മോസ്റ്റ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്ന കളർ ഏതാണെന്നാണ് ചോദിക്കുക. അത് നമുക്കറിയാം, മുൻപ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീവിയേറ്റ് ചെയ്യുന്ന കളർ ഏതാണ്? വയലറ്റ് ആണ് അല്ലേ? അപ്പോൾ ഒരു പ്രിസത്തിലൂടെ വയലറ്റ് പോകുന്നതാണെങ്കിൽ എന്താണ്, അതിനൊരു ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് വരുന്നത്. ആൻഡ് റിഫ്രാക്റ്റഡ് അതായിരിക്കില്ല ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ റിഫ്രാക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വയലറ്റ് ആണ്. അപ്പം മോസ്റ്റ് ഡീവിയേറ്റഡ് അല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്തിരിക്കുന്നത് വയലറ്റ് ആയിരിക്കും. പിന്നെ ലീസ്റ്റ് ഡീവിയേറ്റഡ് എന്താണ്? അത് റെഡ് ആയിരിക്കും. ദാറ്റ് ഈസ് റെഡ് ആണ് കേട്ടോ, ലീസ്റ്റ് ഡീവിയേറ്റഡ് ആയിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ലീസ്റ്റ് ഡീവിയേഷൻ വരുന്നത്? അതിൻ്റെ വേവ് ലെങ്ത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ അത് ഡീവിയേഷൻ കമ്പയർഡ് ടു വയലറ്റ് എന്താണ് ലീസ്റ്റ് ഡീവിയേറ്റഡ് കളറായിട്ട് നമുക്ക് റെഡിനെ പറയാം. അപ്പോൾ ഇതൊക്കെ ഈസിയാണ് കേട്ടോ. സമ്മർ ഫ്യൂല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വരുന്നതാണെങ്കിൽ അറ്റൻഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എന്താ വരുന്നത്? ട്രൂ ഓർ ഫോൾസ് ആണ് വരുന്നത്. ബീറ്റ പാർട്ടിക്കിൾസ് ഹാവ് ഹയസ്റ്റ് അയോണൈസിങ് പവർ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്നാണ് ഞാൻ പറയുന്നത്. തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം? ബീറ്റ പാർട്ടിക്കിളാണ് ഹയസ്റ്റ് അയണൈസിങ് പവർ എന്ന് ഇവർ പറയുന്നു. പക്ഷെ ഞാനിത് ഫോൾസ് ആണെന്ന് പറയാൻ കാരണം ബീറ്റ പാർട്ടിക്കിൾ അല്ല, ആൽഫ പാർട്ടിക്കിൾസിനാണ് എന്താണ് ഹയസ്റ്റ് അയണൈസിങ് പവർ വരുന്നത് കമ്പയറിംഗ് ടു ദി ബീറ്റ പാർട്ടിക്കിൾസ്. ബീറ്റ പാർട്ടിക്കിൾസിന് മോഡറേറ്റ് അയോണൈസിങ് പവർ ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോളാർ എനർജി ഈസ് മെയിൻലി കോസ്ഡ് ഡ്യൂ ടു ബേണിംഗ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദ ഓക്സിജൻ. അപ്പം സോളാർ എനർജി എങ്ങനെയാണ് വരുന്നത്? ഡ്യൂ ടു ദ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് ബേണിങ് ചെയ്യുമ്പോഴാണ് സോളാർ എനർജി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇതും ഒരു ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോളാർ എനർജി അങ്ങനെയാണോ ഉണ്ടാകുന്നത്? അല്ല അല്ലേ. സോളാർ എനർജി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? ബൈ ദ ന്യൂക്ലിയർ ഫ്യൂഷൻ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഇൻ ദി ഹീലിയം അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സോളാർ എനർജിയിൽ വരുന്നത്. അല്ലാതെ കമ്പഷൻ വഴിയല്ല കേട്ടോ. അതായത് ബേണിങ് ഇൻ ഓക്സിജൻ ബേൺ ചെയ്തുകൊണ്ടിട്ടല്ല, പിന്നെ കമ്പഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് വഴിയല്ല, നോർമൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എ എന്ന് വരുന്നത്. മാച്ച് ദി കോളം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം സെക്കൻഡ്. ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് SI യൂണിറ്റ് എന്താണ് അതിനെക്കുറിച്ചിട്ടാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് SI യൂണിറ്റ് ആണ് പറയാൻ വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ SI യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെ എഴുതാം നമുക്ക്? NSM⁻² എന്നാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഒരേ രീതിയിലല്ല വരുന്നത്, ഈ ഒരു ഫോമാറ്റിലായിരിക്കും വരുന്നത്. ജസ്റ്റ് ഇത് നമ്മൾ ഇതിലായതിനെ കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതിനെ നമ്മളുണ്ടല്ലോ പാസ്കൽ സെക്കൻഡ് എന്നും കൂടെ പറയാറുണ്ട്, PA/x. ഇനി CGS യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, SI യൂണിറ്റ് ആണ് ഇത് വരുന്നത് അല്ലേ? ഇനിയിപ്പം CGS യൂണിറ്റ് എന്താണ് വരുന്നത് വിസ്കോസിറ്റീൻ്റെ? അത് വരുന്നത് പോയിസ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 1 പോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0.1 പാസ്കൽ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 പാസ്കൽ സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫിസിക്സിൽ നിന്ന് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ്.
അപ്പോൾ അത് നമുക്ക് നോക്കാം, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കണം. ഇത് കാർനോട്ട് സൈക്കിൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, അതിൻ്റെ കംപ്രഷൻ, ആ കാര്യങ്ങൾ കാർനോട്ട് സൈക്കിളിന് അറിയാലോ, അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അത് എന്തായാലും തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും, ട്രൂ ഓർ ഫോൾസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നിർബന്ധമായിട്ടും അറിയണം. നമ്മളിപ്പം തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിനെക്കുറിച്ച്. അപ്പം ഇത് പിന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇത് ക്ലോഷ്യസും കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമാണ് വരുന്നത്. അത് രണ്ടും എന്താണെന്ന് അറിയണം. ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം അതിൽ നിന്ന്. പിന്നെ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോജിറ്റ്യൂഡിനൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഓർ ബ്രേക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണം. പിന്നെ മൊമെൻറ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെന്താ നെക്സ്റ്റ് നോക്കേണ്ടത് മെത്തേഡ് ഓഫ് റീഡിങ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു സർഫസ്, രണ്ട് സർഫസിൻ്റെ ഇടയിലുണ്ടാകുന്ന ഫ്രിക്ഷൻ, ആ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എക്സാമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് പോകണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, നമ്മളത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി 2 ഫിനോമിന ബേസ്ഡ് ഓൺ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റിനെ ബേസ് ചെയ്യുന്ന 2 ഫിനോമിന അതിനെക്കുറിച്ചിട്ട് പറയാനാണ്. പിന്നെ രാമൻ എഫക്റ്റ് എന്താണെന്നറിയാം, അത് പഠിക്കണം. കൂടാതെ PN ജംഗ്ഷൻ ഡയോഡ്, PNP, NPN ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലായിരിക്കും ചോദിക്കുന്നത്. ഡ്രോ ചെയ്യാൻ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. കൂടാതെ എന്താണ് കോമൺ ബേസ് ആൻഡ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ കുറിച്ചിട്ട് ഇത് ഉറപ്പിച്ചാൽ മതി. നിങ്ങളിത് 2 മാർക്ക് ഓർ 3 മാർക്ക് അങ്ങനെ ലോങ്ങിസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടുന്ന് വരുന്നത് കേട്ടോ. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലും പ്രതീക്ഷിക്കാം ചെറിയൊരു തോതിൽ, പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് പ്രിഫർ ചെയ്യുന്നത് ലോങ് ആൻസർ ടൈപ്പിലാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ ഉറപ്പ് വരുത്തണം, ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം എന്താ സംഭവം. പിന്നെ യെൻസിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കണം. അതിൽ തന്നെ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിനെ കുറിച്ചിട്ട്, പിന്നെ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്, പിന്നെ ഇതും ചെറിയ തോതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിവേഴ്സൽ ഗേറ്റ്, ലോജിക് ഗേറ്റ്സ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇത് നിർബന്ധമാണ് കേട്ടോ. യൂണിവേഴ്സൽ ഗേറ്റ്സ് അതൊരു ചാപ്റ്റർ വരുന്നുണ്ടല്ലോ, ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിൽ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത് എന്താണെന്ന് അറിയണം. ഇതൊക്കെ സിമ്പിളാണ്. യൂണിവേഴ്സൽ ഗേറ്റ് ഒക്കെ പറയുന്നതാണെങ്കിൽ, ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് പഠിച്ചാൽ മതി. ആൻഡും ഓറും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അത് വെച്ചിട്ട് ബാക്കിയുള്ള ഗേറ്റ്സിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പം ആ ഒരു ക്ലാസ്, ഫിസിക്സിൻ്റെ ക്ലാസ് കാണാം, അതിൽ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ദെൻ ബെർണോളിസ് തിയറി എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഇക്വേഷൻ അത് നോക്കാം. പിന്നെ കിർച്ചോഫ് റൂൾസ്, KCLും ഉണ്ട് KVLും ഉണ്ട്. അത് നമ്മൾ നേരത്തെ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു ഫിസിക്സിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ആ ഒരു ക്ലാസ് കാണാം. ചിലത് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾ. പിന്നെ ബോറിൻ്റെ അറ്റോമിക് മോഡലും അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എന്തായാലും നിർബന്ധമായിട്ട്. ഇത് നിങ്ങൾ ഇവിടെ പഠിക്കാന്നുണ്ടെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ കെമിസ്ട്രിയിലും അവിടെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് രണ്ടിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. കാരണം ഒന്നെങ്കിൽ ഫിസിക്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അല്ലെങ്കിൽ അത് കെമിസ്ട്രിയിൽ എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്. ഇനി ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ ഇംപിഡൻസ് ഓഫ് ദി സീരീസ് എൽസിയർ സർക്യൂട്ട്. സീരീസ് എൽസിയർ സർക്യൂട്ടിൻ്റെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ ഫൈനൽ എക്സാമിന് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഫിസിക്സിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടതാണ്. കൂടാതെ ഫിസിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ PDF നോട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകുക. നമ്മൾ കൂടുതലും സയൻസ് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, കൂടുതൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പരിചയപ്പെടണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ ഈസി ആകത്തുള്ളൂ.
പിന്നെ അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ എഴുതാൻ ആൻസർ ചെയ്യാമെന്ന് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.